അഡ്വക്കേറ്റ് ചാർലി പോൾ, മദ്യനയത്തിൽ ഒരു മാറ്റവുമില്ല, ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന പാർട്ടിയാണ്, അങ്ങനെയുള്ള സർക്കാരാണ്. അതിനിടയിൽ പിളർപ്പ്, തമ്മിൽ തല്ല്, അടുത്ത സമാന്തര സംഘടനാ പ്രവർത്തനവുമായി നിൽക്കുന്ന ഒരു അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗത്തിന്റെ പേരിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു പണപ്പിരിവ്. അങ്ങനെ ഒരു ആരോപണത്തിൽ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരില്ലേ? ലഹരി മുക്ത കേരളം എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചതാണ് ഈ സർക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നാളത്തെ കേരളം ലഹരി മുക്തമാക്കാം എന്നുള്ള എന്തെങ്കിലും നടപടി ഉണ്ടായോ? അപ്പോൾ മദ്യനയത്തിൽ മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാ തവണയും മാറ്റമല്ലേ. ഈ രാജ്യത്ത് 29 ബാർ, പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 5 സ്റ്റാർ ബാറുകൾ മാത്രം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? എല്ലായിടത്തും 3 സ്റ്റാർ, 2 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ ബാറുകളൊക്കെ ആരംഭിച്ചില്ലേ? 10% ബീവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടിക്കൊണ്ടിരുന്ന് നിർത്തലാക്കിയില്ലേ? എല്ലായിടത്തും ഒരു മദ്യത്തിൻ്റെ കുത്തൊഴുക്ക് നടക്കുകയാണ്. ലഹരി വിമുക്തമല്ല, ലഹരി ആസക്തമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ മദ്യം ലഭ്യമാക്കാനുള്ള നിലപാടുമായി മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകും. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു അഴിമതിയാണ്. അത് ഈ രാജ്യത്ത് ആരെങ്കിലും അംഗീകരിക്കുമോ? അത് അംഗീകരിച്ചാൽ പറഞ്ഞവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ തന്നെ, ഈ ആരോപണം ഉന്നയിച്ചവർ തന്നെ ഞങ്ങളങ്ങനെ പറഞ്ഞില്ല എന്ന് പറയും. പക്ഷേ സർക്കാരിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഡ്രൈ ഡേ പിൻവലിക്കുക, IT പാർക്കുകളിലെ മദ്യം വിളമ്പുക, അതുപോലെ തന്നെ മദ്യത്തിൻ്റെ വിൽപ്പനയുടെ സമയം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മദ്യമുതലാളികൾക്ക് അനുകൂലമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കടങ്ങൾ എഴുതിത്തള്ളുക, ഇതെല്ലാം മദ്യമുതലാളിമാർക്ക് ആനുകൂല്യം ഉണ്ടാക്കുന്ന പദ്ധതികളാണ്. അങ്ങനെ ആനുകൂല്യം ചെയ്യുമ്പോൾ ഒരു പ്രതിനന്ദി എന്ന പേരിൽ സ്വാഭാവികമായിട്ട് അവർ ചെയ്തിരിക്കാം. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം ശരിയല്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഈ സർക്കാരിന് മദ്യനയത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ആത്മാർത്ഥതയില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കറിയാം. എന്താ സർക്കാരിൻ്റെ മദ്യനയം? മദ്യവർജനമാണ്. മദ്യവർജനം എങ്ങനെയാണ് ഒരു നയമാവുന്നത്? നമ്മൾ മദ്യപിക്കുന്ന ആളോട് നമ്മൾ ചെന്ന് പറയാണ് മദ്യപിക്കരുത്. അതൊരു നയമല്ല. സർക്കാരിൻ്റെ മദ്യനയം എന്ന് പറയുന്നത് മദ്യത്തിൻ്റെ ഉൽപ്പാദനം, വിതരണം, സൂക്ഷിപ്പ്, ഈ കാര്യത്തിൽ സർക്കാരിന് നയമുണ്ടോ എന്നുള്ളതാണ്. മദ്യത്തിൻ്റെ ഉൽപ്പാദനം, വിതരണം, സൂക്ഷിപ്പ് കാര്യങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനവും മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുന്നതല്ല. മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ലഹരിമുക്തമായ, മദ്യവിമുക്തമായ ഒരു സംസ്ഥാനം കെട്ടിപ്പടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മദ്യത്തിൻ്റെ കുത്തൊഴുക്ക് രാജ്യത്ത് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് ഗുരുതരമായ ഭവിഷ്യത്ത് ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. മനുഷ്യന്റെ മദ്യപാനാസക്തിയെ, ലഹരി ആസക്തിയെ ഗവൺമെന്റ് ചൂഷണം ചെയ്യുകയാണ്. എല്ലാം ചൂഷണോപാധികളാണ്, മദ്യം മാത്രമല്ല. ലോട്ടറി എടുത്ത് നോക്കിക്കോട്ടെ, പെറ്റി കേസ് ആയിക്കോട്ടെ, ഇതെല്ലാം മനുഷ്യനെ അവനെ ചൂഷണോപാധികളായി സർക്കാർ മാറ്റുകയാണ്. അത്തരമൊരു വികസന നയം ഈ ജനത്തെ, ഈ കേരളത്തെ പിന്നോട്ടടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർക്കാർ ചെയ്യേണ്ടത് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പൗരനെ സംബന്ധിച്ച് അവന്റെ നന്മയ്ക്കും പുരോഗതിക്കും വളർച്ചയ്ക്കും ഉതകുന്ന ഒരു നയമാണോ എന്ന് നോക്കേണ്ടത്. പാവപ്പെട്ടവന്റെ ജീവിത നിലവാരം ഉയർത്തുകയും വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ട നയങ്ങളാണ് സർക്കാർ ആവിഷ്കരിക്കേണ്ടത്. ഇങ്ങനെ മദ്യത്തിന്റെ കുത്തൊഴുക്ക് സൃഷ്ടിക്കുമ്പോൾ അത് ഈ പാവപ്പെട്ടവന്റെ ജീവിത നിലവാരം ഉയർത്താനും വളർത്താനും പരിപോഷിപ്പിക്കാനും തയ്യാറാകുമോ നമ്മൾ ആലോചിച്ച് നോക്കുക. എല്ലാ ദിവസത്തെ പത്രം എടുത്ത് നോക്കിയേ, എത്ര ഭീകരമായിട്ടാണ് മദ്യത്തിന്റെ പേരിൽ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, സഹോദരനെ കൊല്ലുന്നു, സഹോദരിയെ കൊല്ലുന്നു. ഒരു നന്മയും പ്രദാനം ചെയ്യാത്ത ഈ മദ്യം ഇനി IT പാർക്കുകളിൽ കൂടി ഒഴുക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ IT പാർക്കുകളിൽ എന്ത് ക്രിയേറ്റിവിറ്റിയുടെ പേരിലാണ് നമ്മൾ ഈ മദ്യം എടുക്കാൻ തയ്യാറാകുന്നത്? അതുകൊണ്ട് യാതൊരു നന്മയും വരില്ല. നമ്മൾ ഇലക്ഷൻ കാലത്ത് തിരുനാളുകൾ നടക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, മദ്യത്തിന്റെ നിരോധനം നടപ്പാക്കും. എന്താ അങ്ങനെ നടപ്പാക്കാൻ കാരണം? അത് ഗുണം ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ്. എല്ലാത്തരം മദ്യങ്ങളും ആസക്തികളെ, ചിന്തകളെ ബാധിക്കുന്നുണ്ട്, പെരുമാറ്റത്തെ ബാധിക്കുന്നുണ്ട്, ഇന്ദ്രിയ അനുഭൂതികളെ ബാധിക്കുന്നുണ്ട്, വികാരങ്ങളെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു നന്മയും ഇത് പ്രദാനം ചെയ്യുന്നതിൽ മാത്രമല്ല, എല്ലാവരെയും, ഇനി ആരെങ്കിലും കുടിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവനെ കൂടി കുടിക്കുന്നവനായി മാറ്റി ഒരു മദ്യാസക്ത കേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം. ഇത് ഈ രാജ്യത്തെ ജനങ്ങളെ മുച്ചൂടം നശിപ്പിക്കുന്ന നയമായി മാത്രമേ കാണുകയുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇപ്പൊ ഇലക്ഷൻ കാലവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയക്കാരുടെ
ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത് ഇതിന് ഒപ്പം വരുന്ന മറ്റൊരാരോപണം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു പിരിവ് നടന്നിരുന്നു, അതിന്റെ കുടിശ്ശികയാണ് ഇപ്പോൾ പിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വിഷയമുണ്ട്. അത് ഇപ്പോൾ ഉയർന്നു വരുന്ന, പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണമല്ല അത്. അതിനകത്തൊരു സാങ്കത്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ല, അതിന്റെ വസ്തുതാപരമായ വസ്തുതയെ കുറിച്ച് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായ ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാരിന്റെ മദ്യനയം കേരളത്തെ ഗുണപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകമായിട്ടുള്ള നയമല്ല. അല്ല, അതിപ്പോ മദ്യനയത്തിനെതിരെ നമുക്ക് ചർച്ച നടത്താം. മദ്യനയത്തിനെതിരെ ചർച്ച നടത്തുന്നതും പണപ്പിരിവ് നടത്തിയെന്ന് ആരോപിക്കുന്നതും അത് രണ്ടാണല്ലോ. തീർച്ചയായിട്ടും. അല്ല, അതിന് ഈ സർക്കാർ മദ്യ മുതലാളിമാർക്ക് അനുകൂലമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകാനാണ് സാധ്യത. അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും നേരത്തെയും ഈ ഇങ്ങനെയുള്ള വിഷയം ഉണ്ടായപ്പോൾ എത്ര വലിയ പ്രക്ഷോഭത്തെ നേരിട്ടവരാണ് നമ്മൾ. ഞാൻ തിരികെ എത്താം.